ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. എപ്പോഴും ഷോർട്സ് അല്ല ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷോർട്സിലൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നിങ്ങളടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ട് എൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം പറയാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് പറവൂരിലുള്ള മൂകാംബിക ക്ഷേത്രത്തിലാണ് കേട്ടോ. മിത്തുവിനെ കഴിഞ്ഞ പൂജയപ്പിന് എഴുത്തിനിരുത്തിയായിരുന്നു. അപ്പോഴേ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലാണ് ഇരുത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് കൊണ്ടുപോയി തൊഴിയിച്ചിട്ടും വരാമെന്ന് വിചാരിച്ചു. പിന്നെ പറവൂരിലാണ് നമ്മുടെ ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണത്, അതായത് ചേട്ടൻ്റെ മൂത്ത ചേച്ചീനെ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് വരാമെന്ന് ഓർത്തു. ഞങ്ങളങ്ങ് പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ബോറടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒന്നൊരു പുറത്ത് പോയ പോലെ ആവുമല്ലോ എന്ന് ഓർത്തങ്ങ് ഇറങ്ങിയതാണ്. പിന്നെ ഞാനും ഈ ട്രിപ്പ് പെട്ടെന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തതൊരു കാരണവും കൂടി ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ, വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അതും ഒരു മെയിൻ കാരണമായിട്ടാണ് ഞാൻ ഈ ചാടിപ്പടഞ്ഞ് ഓടിയേക്കുന്നത്. നമ്മളിപ്പോൾ പോണ വഴി എടപ്പള്ളി പാലാരിവട്ടം റൂട്ടാട്ടോ. എത്ര പേർക്കാണ് ഈ വഴി ഇഷ്ടം എന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ വഴി പോകുമ്പോൾ. ചിലപ്പോൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ഈ വഴി എടുക്കുന്നതുകൊണ്ടാണോന്നും അറിയില്ല. ഇതൊന്നും അല്ല, ഈവനിങ് ഈ വഴി വരുമ്പോൾ അടിപൊളിയാട്ടോ. രണ്ട് സൈഡും ലൈറ്റിങ്ങും കാര്യങ്ങളായിട്ട് പറ്റിയ ഇന്ന് തിരിച്ചു വരുമ്പോൾ ആ ക്ലിപ്പ് കിട്ടിയ ഞാൻ ആഡ് ചെയ്യാവേ. ഒത്തിരി ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ എന്നും കൂടി പറയണേ. അമ്പലത്തിലോട്ട് ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരോടൊന്ന് പുറത്തിറങ്ങി നിൽക്കാനായിട്ട് ഞാൻ വിളിച്ചു പറയുവാണ്. അപ്പോൾ നേരെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാമെന്ന് ഓർത്തു. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഇച്ചിരി ടൈം ആയായിരുന്നു. നട എങ്ങാനും അടച്ചു പോയാലോ എന്ന് ഓർത്തിട്ട് നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. മിത്തു ഉറക്കമായിരുന്നു കേട്ടോ. വണ്ടി കിടന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആള് കുതിച്ചും ചാടിയൊക്കെ ഇരിക്കും. പക്ഷെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് പതുക്കെ മയങ്ങാൻ തുടങ്ങും. ഉറങ്ങി എണീറ്റപ്പോഴാണ് ചേച്ചീനെയും മോനെയും കണ്ടത്. ആ എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഈ കണ്ണും മിഴിച്ച് നോക്കണത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെയൊക്കെ. അപ്പോൾ നേരെ അവിടെ നിന്ന് അവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിലോട്ട് എത്തി. നട അടച്ചിട്ടുണ്ടാവുമോ എന്നൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്. അവിടെ കയറി തൊഴുതിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോയത്. അവിടെ തൊഴുതിറങ്ങിയപ്പോൾ പ്രസാദമൊക്കെ കിട്ടിയിട്ടോ, കൊഴുക്കട്ടയും അവൽ നനച്ചതൊക്കെ. അതൊക്കെ കഴിച്ച് കൈയും കാലമൊക്കെ കഴുകിയിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത്. ഇവിടെ പ്രതിഷ്ഠ സരസ്വതി ദേവിയാണ്. അകത്തേക്ക് പോകുമ്പോൾ തന്നെ കുളത്തിൻ്റെ നടുക്കാ ദേവി ഇരിക്കുന്നത്. നല്ല രസമാട്ടോ കാണാനായിട്ട്. അപ്പം ഞാനൊരു തട്ടമൊക്കെ മേടിച്ച് മിത്തുയുടെ പേരിൽ വഴിപാട് കഴിക്കാമെന്ന് പറഞ്ഞ് വഴിപാടൊക്കെ മേടിച്ചിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത്. തൊഴുതിറങ്ങിയപ്പോൾ മിത്തുവിനും ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാലോ മിത്തുവിടെ അമ്പലത്തിലൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ്. മിണ്ടാതിരുന്നോളും, വലിയ കുസൃതിയൊന്നും കാണിക്കില്ല. അപ്പം ഞാൻ തൊഴാൻ പറഞ്ഞ് സരസ്വതി ദേവിയുടെ വീണ വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അമ്പലത്തിൽ പുതിയതായിട്ട് സപ്തസ്വരമണികൾ എന്ന് പറഞ്ഞ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കേട്ട് നോക്കേ, നല്ല രസമുണ്ടായിരുന്നു. വിത്തുവിനെ കൊണ്ടടിപ്പിച്ചേ. എങ്ങനെയുണ്ട് സരിഗമപ്പ? നല്ല രസമില്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു നിന്നു. ആരെങ്കിലും ഈ അമ്പലത്തിൽ പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്ക്. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ് അമ്പലത്തിൽ പോയി തൊഴണത്. അപ്പോൾ മിത്തുവിന് ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങാൻ പോകുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് തൊഴുതിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ കടും പായസം കിട്ടും കേട്ടോ. അപ്പോൾ മഹേട്ടൻ പായസം മേടിക്കാൻ നിൽക്കുവാണ്. പായസമൊക്കെ മേടിച്ച് ഇറങ്ങി. അപ്പോൾ പിള്ളേരൊക്കെ പറയുന്നുണ്ട് പാർക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം. പിന്നെ 7:30-8 മണിയൊക്കെ ആയി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇന്നൊരു ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് നേരത്തെ വരാം എന്നൊക്കെ മഹേട്ടൻ ഞങ്ങളെ കൺവിൻസ് ചെയ്താണ് ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് വരുമ്പോൾ ബീച്ചിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ്. സാധാരണ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ 1 ഡേ സ്റ്റേ ഒക്കെ അടിക്കാറുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ മഹേട്ടന് രാവിലെ വർക്ക് ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് രാത്രി തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. ഇത് ചേച്ചിയുടെ വീടാണ്. ചേച്ചിയുടെ വീട്ടിലെ പൂജാമുറിയാണ്. അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കണേ. നല്ല ഭംഗിയില്ലേ? അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തത്. ഞങ്ങളിവിടെ വന്ന തൊഴുതട്ടൊക്കെ കയറുള്ളൂ. തൊഴുത് കയറിയിരുന്നപ്പോൾ മിത്തു ഫിഷൊക്കെ കണ്ട് ഫിഷിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എവിടെ പോയാലും ഫിഷോ എന്തെങ്കിലുമൊക്കെ കിട്ടും കാണാനായിട്ട്.
ചേച്ചി കയറിയപ്പോൾ തന്നെ സ്പ്രൈറ്റൊക്കെ തന്നു. അത് കുടിച്ചപ്പോൾ എന്തൊരു സമാധാനം. പിന്നെ ചേട്ടൻ്റെയും മഹേട്ടൻ്റെയും വക ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്ത് ഞാൻ പതുക്കെ അടുക്കളയിലോട്ട് ചെന്നു. അപ്പോൾ ചേച്ചി പൂരിയും കുറുമക്കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്ത് ചേച്ചിയുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ നിന്നു. അപ്പോൾ മഹേട്ടൻ വന്ന് വീഡിയോ എടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് 9-9:30 ആയി ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോൾ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് ഹാപ്പി ആയിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പഴയ കഥകളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. മഹേട്ടൻ തിരക്ക് പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് വാ ഇറങ്ങാം ഇപ്പോൾ വീടെത്തുമ്പോൾ ഒത്തിരി വൈകുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മിത്തുവിന് അവിടെ ചെല്ലുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മിത്തു ദേ കാലൊക്കെ കെട്ടി മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അവൾക്ക് വിശന്നും തോന്നണു. ഞങ്ങൾ വന്ന വഴി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് കാര്യമായിട്ട് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ആ പറഞ്ഞ സംഭവം വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. കാണുന്ന എക്സൈറ്റ്മെൻറ്റിൽ അത് വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊന്നപ്പൂ പൂത്ത് നിൽക്കുക. എന്ത് രസമല്ലേ കാണാനായിട്ട്. പിന്നെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഐസ്ക്രീം മേടിക്കാനായിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. മിത്തു അത് കണ്ടു വെച്ചേക്കോട്ടെ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മഹേടിനോട് ചോദിക്കും അപ്പോൾ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീമും കഴിച്ച്. എനിക്ക് വാട്ടർമെലൺ ഫ്ലേവർ ഇഷ്ടമാട്ടോ അരുൺ ഐസ്ക്രീമിൻ്റെ. പക്ഷേ മഹേടെ മാറ്റിയേ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ മിത്തുവിന് അത് വേണമെന്ന് പറഞ്ഞ് വാശി എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചു. എല്ലാവർക്കും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ദേ ഇതാണ് പാലാരിവട്ടം എടപ്പള്ളി റോഡ് നൈറ്റ് വ്യൂ. നല്ല രസമല്ലേ? ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നേരത്തെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങളിവിടെ ബൈക്കിൽ വരുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാട്ടോ ബൈക്കിൽ യാത്ര ചെയ്യണത്. ഇപ്പം മിത്തു ഉള്ളതുകൊണ്ട് മാക്സിമം ഞങ്ങൾ കാറിൽ തന്നെയാണ് പോകുന്നത്. കൊച്ചുള്ളതുകൊണ്ട് ബൈക്ക് എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി വൈബ് അടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ഇനി വീട്ടിൽ പോയിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്. നേരെ കയറി കിടന്ന് ഉറങ്ങാമെന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിത്തു വണ്ടി വെച്ച് തന്നെ ഏകദേശം ആൾ ഫ്ലാറ്റായി. അപ്പോൾ വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഞാൻ ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുവാണ്. മഹേട്ടൻ അത് കണ്ടിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത്, പോയി കിടക്കാൻ പാടില്ലേ, 11 മണി ആയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് പറ്റില്ല. നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മൾ അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറേ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അവരുടെ വീട്ടിൽ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ പോകണം എന്നുള്ള പ്ലാൻ തുടങ്ങിയപ്പോഴേ ചേച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. കുറച്ചൊക്കെ ചേച്ചി പറിച്ചു വെച്ചു. പിന്നെ ഞാൻ പോയപ്പോൾ കണ്ട് കുറേ സാധനങ്ങളൊക്കെ ചേട്ടനും പറിച്ച് തന്നായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് എന്ത് ചെടികൾ കൊണ്ടുവന്നാലും നമ്മൾ പോട്ടിങ് ചെയ്യണതിന് മുമ്പേ രാത്രി തന്നെ അത് വെള്ളത്തിലിട്ട് വെക്കുക. അല്ലെങ്കിൽ അത് വാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് കിട്ടത്തില്ല. അവരെന്ത് സൂക്ഷിച്ചൊക്കെയാണ് വളർത്തിയേക്കണേ. അവിടെ നമ്മൾ പറിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളും സൂക്ഷിച്ച് വെക്കണ്ടേ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചട്ടിയൊന്നും ഇല്ല, ചട്ടി എല്ലാം തീർന്നു. അപ്പോൾ രാവിലെ പോയി ചട്ടി മേടിച്ചിട്ട് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനെല്ലാം വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ്. മഹേടിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടിയുടെ പേരെന്താ, ഈ ചെടിയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ വലിയ ചെടിപ്രാന്തിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ചെടിയൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും തോന്നിയതുകൊണ്ട് കുറച്ചൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ മലയാളത്തിൻ്റെ കാര്യം. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂരാണ്. ഞാൻ പഠിച്ചതെല്ലാം തമിഴാണ്. കല്യാണം കഴിച്ച് വന്നേ പിന്നെയാണ് മലയാളമൊക്കെ പഠിക്കുന്നത്, മലയാളമൊക്കെ സംസാരിച്ച് ശീലിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മലയാളം വർത്തമാനത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എന്നെ ക്ഷമിച്ചേക്ക്, സോറി. പിന്നെ നമ്മൾ മുമ്പോട്ട് പുതിയ വീഡിയോകളും ലോങ് വീഡിയോസൊക്കെ ഇടുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ വേണം.